ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവാന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുള്ള പ്രദേശങ്ങളിലേക്ക്, പരിസരങ്ങളിലേക്ക്, അനുഭവങ്ങളിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആദ്യ സ്റ്റെപ്പായിട്ട് വരും. ഇന്ന് തന്നെ ഞാനും എൻ്റെ സുഹൃത്ത് ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള സമർജാനും കൂടി പൊന്നാനി ഹാർബറിലെത്തി. അതിരാവിലെ തന്നെ എത്തി. അപ്പോൾ അവിടെ കാണുന്ന കാഴ്ചകൾ ആ ഒരു പരിസരങ്ങളിലുള്ളവർക്ക് ഒരു പതിവായിട്ടുള്ള കാഴ്ചയായിരിക്കും. പക്ഷെ എന്നെ പോലെയുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഇത് കാണുന്ന ഓഡിയൻസിന് പുതുമയുള്ള കാഴ്ചയാണ് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും. എസ്പെഷ്യലി ബോട്ട് വരുന്നതും മത്സ്യങ്ങൾ അവിടെ നിന്ന് എടുക്കുന്നതും ആ മത്സ്യത്തിനായിട്ടുള്ള ലേലം വെക്കുന്നതും വിൽക്കുന്നതും വാങ്ങുന്നതും അതിന് ചുറ്റുള്ള വ്യവഹാരങ്ങളും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ ആസ്പെക്റ്റിൽ ഇതിനെ പകർത്തുമ്പോൾ, ഇതിനെ ഫ്രീസ് ചെയ്യുമ്പോഴാണ് ഒരു കോണ്ടന്റ് ക്രിയേഷൻ അവിടെ സംഭവിക്കുന്നത്. അപ്പൊ കോണ്ടന്റ് ക്രിയേഷൻ സംഭവിക്കാനുള്ളത് ഉള്ള ആദ്യ സ്റ്റെപ്പ് എന്നുള്ളത് നിങ്ങൾ പുറത്തിറങ്ങുക എന്നുള്ളതാണ്. നിങ്ങളുടെ അനുഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരങ്ങളിലേക്ക് പുറത്തിറങ്ങുക എന്നുള്ളതാണ്. അതിനെ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യും. ഏത് ചെറിയ കാര്യത്തെയും കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യും. ശരിക്കും ഡോക്യുമെന്റേഷനിൽ സംഭവിക്കുന്നത് നമ്മൾ അവിടെ ഫ്രീസ് ചെയ്യണം. നമ്മളെ മൊമെന്റ്സിനെ ഫ്രീസ് ചെയ്യണം. ഈ ഫ്രീസ് ചെയ്ത മൊമെന്റ്സിനെ നമ്മൾ പുതിയൊരു ഓഡിയൻസിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ എത്തിക്കുമ്പോൾ ഇവിടെ ഒരു എൻഗേജ്മെന്റ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ എൻഗേജ്മെന്റ് സംഭവിക്കാൻ ഈ ഫ്രീസ് ചെയ്ത മൊമെന്റിൽ ലൈഫ് ഉണ്ടാവണം. അവിടെ ഉണ്ടാവുന്ന ലൈഫ് തൊഴിലാളികളുടെ ലൈഫാണ്. ഇതിന് ചുറ്റുമുള്ള ആളുകളുടെ ലൈഫാണ്. അതിന് ചുറ്റുമുള്ള പക്ഷികളുടെയും ജീവികളുടെയും ലൈഫ്. പിന്നെ ഇമോഷൻസ്, അവിടെ സംഭവിക്കുന്ന വേറെ ഒന്നാണ് ഇമോഷൻസ്. ലൈഫും ഇമോഷൻസും കൂടെ നല്ലൊരു ഫ്രെയിമും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർക്കും കോണ്ടന്റ് ക്രിയേറ്റർ ആവുന്നതാണ്.